നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതിനിർണായകമായ രണ്ടാം ഘട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളുടെ വാദപ്രതിവാദങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കുമൊക്കെ ഒടുവിൽ ജനം തീരുമാനിക്കും ആരെ വിജയിപ്പിക്കണമെന്നും ആരെ വീട്ടിലിരുത്തണമെന്നും. എന്തായാലും 12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 89 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് 26-ാം തീയതി വിധി എഴുതാൻ പോകുന്നത്. കേരളത്തിലെ മുഴുവൻ സീറ്റുകളും, അതായത് 20 സീറ്റുകളും, അതിന് പുറമെ ബീഹാറിലെ 5 സീറ്റുകൾ, ഛത്തീസ്ഗഡിലെ 3 സീറ്റുകൾ, കർണാടകത്തിലെ 14 സീറ്റുകൾ, മധ്യപ്രദേശിലെ 7 സീറ്റുകൾ, ഉത്തർപ്രദേശിലെ 8 സീറ്റുകൾ, ബംഗാളിലെ 3 സീറ്റുകൾ, മഹാരാഷ്ട്രയിലെ 8 സീറ്റുകൾ, രാജസ്ഥാനിലെ 13 സീറ്റുകൾ, മണിപ്പൂരിലെ ഒരു മണ്ഡലത്തിലെ ബാക്കിയുള്ള പകുതി സീറ്റുകൾ, ത്രിപുരയിലെ 1 സീറ്റ്, ജമ്മുവിലെ 1 സീറ്റ്, അസമിലെ 5 സീറ്റുകൾ എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളുടെ കണക്കുകൾ വരുന്നത്. കേരളമാണ് മുഴുവൻ മണ്ഡലങ്ങളിലും 26-ാം തീയതി വിധി എഴുതാൻ പോകുന്നത്. ഈ ഏറ്റവും കൂടുതൽ സീറ്റുകൾ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ രണ്ടാം ഘട്ടത്തിൽ അതിനിർണായകമായ വിധിയെഴുത്ത് നടക്കാൻ പോകുന്നത് കേരളത്തിൽ തന്നെയായിരിക്കും. എന്തായാലും 89 മണ്ഡലങ്ങളിൽ നിന്നായി 1206 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാവ്. അതിനു പുറമെ ഭൂപേഷ് ബാഗൽ, HD കുമാരസ്വാമി, അശോക് ഗെഹ്ലോട്ടിന്റെ മകനായ വൈഭവ് ഗെഹ്ലോട്ട്, അതിനോടൊപ്പം തന്നെ തേജസ്വി യാദവ്, ശശി തരൂർ, ഇങ്ങനെ പല പ്രമുഖ താരങ്ങളും അല്ലെങ്കിൽ താര സ്ഥാനാർത്ഥികളും ഈ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. 2019 ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 89 സീറ്റുകളിൽ ലഭിച്ച ഒരു ആധിപത്യമുണ്ട് BJPക്ക്. ഈ ആധിപത്യം നിലനിർത്തുക തന്നെയായിരിക്കും രണ്ടാം ഘട്ടത്തിലും അവർ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. NDAക്ക് 62 സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 88 സീറ്റുകളിൽ നിന്നായി നേടാൻ സാധിച്ചത്. INDA സഖ്യത്തിനാവട്ടെ 25 സീറ്റുകൾ എന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ കക്ഷിനില. INDA സഖ്യത്തിന്റെ മുഴുവൻ സീറ്റുകളിൽ 19 എണ്ണവും കേരളത്തിൽ നിന്നും UDF ആണ് സമ്മാനിച്ചത് എന്ന പ്രത്യേകത കൂടി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ സംസ്ഥാനം കേരളം തന്നെയാണ്. INDA എന്ന സഖ്യത്തിന് ഏറെ പ്രതീക്ഷകളുള്ള ഒരു സംസ്ഥാനവും കേരളം തന്നെയാണ്. LDFും കോൺഗ്രസും ദേശീയ തലത്തിൽ സഖ്യത്തിലാണ് എങ്കിൽ പോലും കേരളത്തിലെ പ്രധാനപ്പെട്ട എതിരാളികൾ ഇവർ തന്നെയാണ്. കഴിഞ്ഞ തവണ UDFനെ ദേശീയ തലത്തിൽ നാണം കെടാതെ സംരക്ഷിച്ചതിൽ കേരളത്തിലെ 19 സീറ്റുകൾക്കുള്ള പ്രാധാന്യം ചെറുതല്ല. എന്തായാലും ഇത്തവണ മോദി അടക്കം ദേശീയ നേതാക്കൾ നിരവധി തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നത് BJPയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം കൂടിയാണ്. അടുത്ത സംസ്ഥാനം കർണാടകമാണ്. കർണാടകയിലെ ഒന്നൊഴികെ എല്ലാ സീറ്റുകളും തൂത്തുവാരിയ 2019 പ്രകടനമൊന്നും ഇക്കുറി പുറത്തെടുക്കാം എന്നുള്ള അമിത പ്രതീക്ഷ BJPക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ജനപ്രീതിയിലും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ തന്ത്രങ്ങളിലുമൊക്കെയാണ് അവിടെ കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ദക്ഷിണേന്ത്യയിൽ 50-ലേറെ സീറ്റ് എന്ന ലക്ഷ്യത്തിന് കർണാടകയിലെ വിജയം വളരെ അനിവാര്യമാണ്. NDAയെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി പോയ JDS ഇത്തവണ BJPയുമായി കൂട്ടുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ടിനെ ജനം അംഗീകരിച്ചോ ഇല്ലയോ എന്ന കാര്യം കൂടി കർണാടകത്തിലെ ഈ 14 സീറ്റുകളിൽ നിന്നും അറിയാൻ സാധിക്കും. പ്രത്യേകിച്ചും മാണ്ഡ്യയും ഹസനും അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്. ഇതൊക്കെ JDSന്റെ കോട്ടയായിരുന്നു ഒരു കാലത്ത്. ഇക്കുറി അതൊക്കെ തിരികെ പിടിക്കാൻ സാധിക്കുമോ എന്നത് വളരെ നിർണായകമാണ്. ഇനി മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നടക്കുന്ന 8 സീറ്റുകളിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നുണ്ട് എങ്കിൽ പോലും ഈ സീറ്റുകളിലൊക്കെയും ഒറിജിനലിനെയും വ്യാജനെയും തിരിച്ചറിയുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് കൂടി വോട്ടർമാർക്കുണ്ട്. കാരണം യഥാർത്ഥ ശിവസേനയും NCPയും ഏത് പക്ഷത്തേത് എന്ന് തീരുമാനിക്കപ്പെടുന്ന 4 പ്രധാനപ്പെട്ട സീറ്റുകൾ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ ഈ ഘട്ടത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. BJP ഉറപ്പിക്കുന്ന 13 മണ്ഡലങ്ങളിലാണ് ഇക്കുറി അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാൻ തന്നെയാണ്. സച്ചിൻ പൈലറ്റിന്റെ തട്ടകമായ ടോങ് സവായ് മധേപൂർ, അശോക് ഗെഹ്ലോട്ടിന്റെ മകനായ വൈഭവ് ഗെഹ്ലോട്ട് മത്സരിക്കുന്ന ജാലോർ, ഭാരത് ആദിവാസി പാർട്ടിക്ക് പിന്തുണ നൽകി BJPക്കെതിരെ മത്സരം ഘടിപ്പിക്കുന്ന ബൻസ്വാഡ എന്നിവിടങ്ങളിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം അല്ലെങ്കിൽ ഇക്കുറി നേടിയ നിയമസഭാ സീറ്റുകളിലെ വലിയ വിജയം ഇതൊക്കെ BJPക്ക് വലിയ പ്രതീക്ഷ രാജസ്ഥാനിൽ സമ്മാനിക്കുന്നുണ്ട്. അടുത്തത് UP ആണ്. UPയിൽ വോട്ടെടുപ്പ് നടക്കുന്ന
8-ൽ 7 സീറ്റുകളും 2019 BJPക്ക് ഒപ്പമായിരുന്നു എന്ന ഒരു വലിയ കൗതുകമുണ്ട്. BJP ഏറ്റവും അധികം സീറ്റുകൾ നേടിയതും ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 8 സീറ്റിൽ 7 സീറ്റും BJPയുടേതായിരുന്നു. അത് നിലനിർത്തുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. BJP സ്ഥാനാർത്ഥിയായി ഡാനിഷ് അലി മത്സരിച്ച മണ്ഡലത്തിൽ മാത്രമായിരുന്നു BJPക്ക് അടിപതറിയത്. അംറോഹ മണ്ഡലമായിരുന്നു അത്. ഇവിടെ ഇക്കുറി ഡാനിഷ് അലി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരത്തിനിറങ്ങുന്നത്. BSPക്ക് ഇപ്പോഴും വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. ഇവിടെയൊക്കെ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കൂട്ടുകെട്ട് എന്ത് സ്വാധീനം ചെലുത്തുമെന്നുള്ള ഒരു കൗതുകം കൂടി നിലനിൽക്കുന്നുണ്ട്. അടുത്തത് BJP തൂത്തുവാരിയ മധ്യപ്രദേശിലെ 6 മത്സരമുണ്ട് എങ്കിൽ പോലും കോൺഗ്രസ് ഇവിടെയൊന്നും വലിയ അത്ഭുതം പ്രതീക്ഷിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. INDA സഖ്യം ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ബീഹാറിൽ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 5 സീറ്റുകളിലേക്കാണ്. നിതീഷ് കുമാറിനെ ഒപ്പം നിർത്തിയത് BJPയുടെ നല്ല തീരുമാനമായിരുന്നോ അല്ലയോ എന്നുള്ള കാര്യം കൂടി ഇതിൽ വിലയിരുത്തപ്പെടും. അടുത്ത സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. അവിടെ 3 സീറ്റുകളിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഭൂപേഷ് ബാഗൽ ഉൾപ്പെടെ ഛത്തീസ്ഗഡിൽ ഭാഗ്യ പരീക്ഷണത്തിന് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലുണ്ട്. എന്തായാലും ബംഗാളിലും അസമിലും ജമ്മുവിലും ത്രിപുരയിലും നിർണായകമായിരിക്കും ജനവിധി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജമ്മു കാശ്മീരിലെ ഒരേ ഒരു സീറ്റിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളൂ ഈ ഘട്ടത്തിൽ എങ്കിൽ പോലും അവിടെയുള്ള സുരക്ഷാ വിന്യാസം മറ്റ് സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെയൊക്കെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. രാഷ്ട്രീയ പാർട്ടികൾ കൊട്ടിക്കലാശം നടത്തിക്കൊണ്ട് ഇനി നിശബ്ദമായ പ്രചരണത്തിലേക്ക് കടക്കാൻ പോകുന്ന മണിക്കൂറുകളാണ്. 2ാം ഘട്ടത്തിൽ ആർക്ക് മേൽക്കൈ ലഭിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. 1ാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനം തമിഴ്നാട് ഉൾപ്പെടെ വിധി എഴുതിയ 1ാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനം 65.5% 2ാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം ഉയർത്താനുള്ള എല്ലാ ശ്രമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പോളിംഗിനുള്ള സമയം വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരറിയിപ്പും ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 89 സീറ്റുകളിലും മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട് കേരളം 20 സീറ്റുകളിൽ വിധി എഴുതാൻ പോവുകയാണ്. ഈ INDA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഭാവി കൂടിയായിരിക്കും 2ാം ഘട്ടത്തിൽ തീരുമാനിക്കപ്പെടുക. കഴിഞ്ഞ തവണ NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഈ സീറ്റുകളിലൊക്കെ നേടാൻ സാധിച്ചിരുന്നു. അത് നിലനിർത്തുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ കർണാടകം BJPക്കൊപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ അതവിടെ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം BJPക്കുള്ളിൽ തന്നെ വിമതർ രംഗത്തെത്തിയിരുന്നു. ഈശ്വരപ്പ അടക്കമുള്ള ആളുകൾ BJPക്കെതിരെ തന്നെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയും അവിടെ മോദി എഫക്റ്റ് പറഞ്ഞുകൊണ്ട് മാത്രമേ BJPക്ക് വോട്ട് നേടാൻ സാധിക്കുകയുള്ളൂ. കാരണം സംസ്ഥാന തലത്തിലുള്ള നേതാക്കളുടെയൊക്കെ പെർഫോമൻസ് എന്താണ്, അതിന്റെ വിലയിരുത്തലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതാണ്. ഇപ്പോഴും അവിടെ ആഭ്യന്തര തർക്കങ്ങളൊക്കെ വളരെ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. തെക്കൻ പോര് തന്നെയാണ് ഏറ്റവും അധികം കൗതുകം ഉണർത്തുന്നത്. കർണാടകയും കേരളവും ആരെ തുണയ്ക്കും ആരെ കൈവിടുമെന്നൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജനം വിധി എഴുതും.